മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമുള്ള ഇന്നേ ദിവസം മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 21-ാം അധ്യായം 32-ാമത്തെ വാക്യം. സെയിന്റ് മാത്യൂസ് ഗോസ്പൽ ചാപ്റ്റർ 21 verse 32. എന്നാൽ യോഹന്നാൻ നീതിയുടെ മാർഗത്തിലൂടെ നിങ്ങളെ സമീപിച്ചു, നിങ്ങൾ അവനിൽ വിശ്വസിച്ചില്ല. എന്നാൽ ചുങ്കക്കാരും വേശ്യകളും അവനിൽ വിശ്വസിച്ചു. നിങ്ങളത് കണ്ടിട്ടും അവനിൽ വിശ്വസിക്കത്തക്ക വിധം അനുദപിച്ചില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ കുറവുകളെ പറ്റി അനുദപിക്കാറുള്ളവരാണ്. പക്ഷേ ആ കർത്താവിലേക്ക് തിരിയുവാൻ, ആ ഡീപ്പറായിട്ടുള്ള ഒരു ബന്ധം കെട്ടിപ്പടുക്കുവാൻ നമ്മളെ കൊണ്ട് പറ്റുന്നു. അത് വലിയ കാരണമാണ് ദ ഗിഫ്റ്റ് ഓഫ് റിപ്പന്റൻസ്. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അനുതാപം ഒരു ദാനം തന്നെയാണ് ദൈവത്തിന്. അത് നമുക്ക് ലഭിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകളുടെ ഗൗരവം മനസ്സിലാവുകയും അങ്ങനെ ദൈവത്തിലേക്ക് തിരിയുവാൻ സാധിക്കുകയും ചെയ്യും. ഒരിക്കല് കടന്നു വന്ന ചെറുപ്പക്കാരനെ പറയുകയായിരുന്നു, ആദ്യമൊക്കെ ചെറിയ കുറവുകളെല്ലാം ഉണ്ടായി, അതെല്ലാം ഏറ്റുപറയുമായിരുന്നു. പക്ഷേ പിന്നീട് പതുക്കെ പതുക്കെ ഗ്രാവിറ്റി കൂടി, കട്ടികൂടി. അപ്പോൾ പിന്നെ ആരോട് പറയാതായി, അല്ലാതെ ശരിക്കും മുഴുകി. ഇപ്പോൾ ആകെ നശിച്ച മട്ടിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, തിരുവചനം പറയുന്ന പോലെ പൂർണ്ണമായും കർത്താവിലേക്ക് തിരിയുവാൻ, കർത്താവിൻ്റെ മാത്രമായി മാറുവാൻ കഴിയുമ്പോഴാണ് നമ്മള് അനുതാപത്തിന്റെ മക്കളായി മാറും. അത് ലഭിക്കുന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതം നാടൻ ഭാഷയിൽ പറയാൻ കട്ടപ്പോയി. അതിനിടെ വരരുത്. ചെറിയ കുറവുകളാണെങ്കിലും അനുദപിച്ചുകൊണ്ട് ദൈവത്തോട് അടുത്ത് നിൽക്കാൻ, ദൈവത്തിലേക്ക് തിരിയുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രക്ഷയുടെ വഴിയായി മാറി നമുക്കും നമ്മുടെ കുടുംബാംഗങ്ങൾക്കും മക്കൾക്കുമെല്ലാം രക്ഷയിലേക്ക് പ്രവേശിക്കുവാനാകും. അതിനെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.